ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു, ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ തന്നെ ഈ LSC തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാണ്. അതിനർത്ഥം അവർ പ്രിപ്പയർഡ് ആണെന്നുള്ളതാണ്. മുമ്പ് ഈ 2020 പോലെയല്ല, 2020 അവർ ഈ തവണ പ്രിപ്പയർഡാണ്. അതിൻ്റെ ചില സൂചനകൾ കാണാനുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നു, പ്രചാരണം തുടങ്ങുന്നു. താരതമ്യേന അലമ്പില്ലാത്ത സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ നടക്കുന്നു. ഇല്ല എന്നല്ല, താരതമ്യേന 2020 അപേക്ഷിച്ച് പോലും ഈ തവണ താരതമ്യേന ബെറ്ററാണ്. അപ്പോൾ അവർ പ്രിപ്പയർഡാണ്, അവർ വരാൻ പോകുന്നു. പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് എന്തായാലും സ്വാധീനിക്കും. അതായത് ഈ മുൻകൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ പാളിപ്പോയി, UDFന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തുകളിൽ കൂടുതൽ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തുകൾ വളരെ ക്രൂഷ്യലാണ് ഇക്കാര്യത്തിൽ. എത്ര ജില്ലാ പഞ്ചായത്തുകൾ വിജയിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന സൂചനയാണ്. ഗ്രാമപഞ്ചായത്തുകൾ ജയിച്ചില്ലെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ നിലനിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിന് അവർ എത്രമാത്രം പ്രിപ്പയർഡാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ആ പ്രിപ്പറേഷൻ എത്രമാത്രം ഫലപ്രദമാണെന്ന് തെളിയിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോക്കുക, ഇപ്പോൾ കോട്ടയം പോലുള്ളൊരു ജില്ല, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മധ്യ കേരളം എന്ന് പറഞ്ഞ ഒരു കാലത്ത് എപ്പോഴും UDFൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. കോട്ടയത്തെ 2020 തെരഞ്ഞെടുപ്പുകൾ നോക്കുക, പ്രത്യേകിച്ചും മാണി കോൺഗ്രസ് UDF വിട്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ തോതിൽ ഡെവാസ്റ്റേറ്റഡ് എന്ന് പറയാവുന്ന അവസ്ഥയായിരുന്നു UDFന് കോട്ടയം ജില്ലയിൽ. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ എല്ലായിടത്തും അവർ പിന്തള്ളപ്പെട്ടു പോയി. അപ്പോൾ ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നഷ്ടമായ സീറ്റുകൾ, അവരുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ള UDFനെ സംബന്ധിച്ച് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അതിലവർ എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരും, UDFനോടൊരു വിശ്വാസം വരും. അതർവൈസ് എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ഈ 2026 മോഹത്തെ വല്ലാതെ തന്നെ ഒരു തിരിച്ചടിയായി മാറും എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഈ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് സംഘടനാ സംവിധാനമില്ല. ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ഏജൻറ്റുമാരായിട്ടിരിക്കാനില്ല, അവിടെ വർക്ക് ചെയ്യാൻ ആളില്ല എന്നുള്ളതൊക്കെയാണ് അവർ നേരിടുന്ന വെല്ലുവിളി. അതിനെ മറികടക്കണം എന്ത് വേണം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് ആളുണ്ടാവണം, ജനങ്ങളുടെ വിശ്വാസം നേടണം. ഞങ്ങളൊരു സംഘടനയാണ്, ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ സംഘടനയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ലീഗിന് അത്രയും പ്രശ്നമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റണം എന്ന് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കണം. യഥാർത്ഥത്തിൽ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിളായിട്ടാണ് ഞാൻ കാണുന്നത്.